അപ്പോൾ ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴയായിരുന്നേ. അപ്പോൾ രാവിലെ അങ്ങനെ വലിയ മഴയൊന്നുമില്ല, എന്നാലും ചന്നമ്പിനും ചാറ്റലും പിന്നെ തണുപ്പും ചെറുതായിട്ട് മഞ്ഞും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ രാവിലത്തെ കാലാവസ്ഥയൊക്കെ. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ നല്ല വെളിച്ചമായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ, നല്ല തോർന്ന വെട്ടവും വെയിലും ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആഗ്രഹിച്ച് വെച്ചാട്ടോ നമ്മുടെ ഈ കട എന്ന് പറയുന്നത്. എന്താ പറയുക, ഒരു 3-4 വർഷത്തെ പരിശ്രമത്തിനൊടുവിൽ അന്ന് തൊട്ടേ ഒരു 3-4 കൊല്ലം മുമ്പേ തൊട്ട് തന്നെ നമ്മൾ പ്ലാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെയൊക്കെ തുടങ്ങണം, ഇങ്ങനെയൊക്കെ നമുക്ക് ആദ്യമേ എന്താ പറയുക, ആദ്യക്കുട്ടന് പ്രഗ്നൻ്റ് ഒക്കെ ആവുന്നതിന് മുമ്പേ തന്നെ നമുക്ക് വീഡിയോ വെച്ചിട്ട് കുറച്ച് തുണിയുടെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. തുണിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് കൊടുക്കുക, റെഡിമെയ്ഡ് ആയിട്ടുള്ള അത്യാവശ്യം ചെറിയ രീതിയിലുള്ളതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അന്നേരമായിട്ടോ നമ്മളുടെ കടയുടെ കാര്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് ആലോചിച്ച് തുടങ്ങിയത്. പിന്നെ നമുക്ക് സ്ഥലമൊക്കെ ഇവിടെ കിടപ്പുണ്ട്, റോഡിനോട് ചേർന്ന് നമ്മുടെ വീടിൻ്റെ അവിടെ തന്നെ സ്ഥലമൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ഒരു ചെറിയ റൂമാണെങ്കിലും പണിതിട്ട് നമുക്ക് അങ്ങോട്ട് മാറിക്കൂടാ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കട നടത്തിക്കൂടാന്നൊക്കെ ആലോചിച്ചു കേട്ടോ. അങ്ങനെ ഒരു 3-4 വർഷമായിട്ട് ഇങ്ങനെ ആലോചിച്ച് സ്ഥലം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് എല്ലാ സൗകര്യത്തിനൊത്ത് സ്ഥലമൊക്കെ കിടപ്പുണ്ടെങ്കിലും പക്ഷേങ്കിൽ നമുക്ക് വയ്ക്കണമെങ്കിൽ കുറച്ച് സാമ്പത്തികം കൈ വേണം അല്ലേ. അപ്പം അങ്ങനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയമായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ ഒരു 3-4 കൊല്ലത്തിന് ശേഷം എങ്ങനെയൊക്കെയോ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഇത്രയൊക്കെ എത്തിയതാണ് കേട്ടോ. നമ്മൾ ആദ്യമേ തുണിയൊക്കെ തുടങ്ങാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ആലോചിച്ചു തുണിയൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് പോകുമെന്ന് അറിയത്തില്ല. തുണിയൊക്കെ നമുക്ക് വല്ലപ്പോഴും ഒക്കെ അല്ലേ പോവുള്ളൂ. അപ്പോൾ പിന്നെ അങ്ങനെ പോയിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമുക്ക് പലചരക്ക് ഐറ്റംസൊക്കെ വെച്ചിട്ട് ചെറുതായിട്ട് ചെറിയ രീതിയിൽ തുടങ്ങാനാട്ടോ നമ്മൾ വിചാരിച്ചത്. ഒരുപാടൊന്നും വലിയ ഇത് വേണ്ട, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറുതായിട്ടൊക്കെ തുടങ്ങാം എന്ന് വിചാരിച്ചിട്ട് അതിനായിട്ട് 2 റൂം അതിനായിട്ട് സെപ്പറേറ്റ് ഉണ്ടാക്കിയത് കേട്ടോ. ഒരു റൂമിൽ കുറച്ച് തുണിയൊക്കെ എടുത്ത് വെച്ച് നോക്കാം, പിന്നെ വല്ലപ്പോഴും ഒക്കെ പോകുന്നതുകൊണ്ട് വല്ലപ്പോഴാണെങ്കിലും പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ചൊക്കെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് പിന്നെ നമുക്ക് ഈ റൂമിൽ ഇവിടെ ആണെങ്കിൽ കുറച്ച് പലചരക്കും അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് നോക്കാം, എങ്ങനെയുണ്ടാവും എന്നൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയതാട്ടോ. പക്ഷെ നമ്മൾ പോലും അറിയാതെ കേട്ടോ, നമ്മൾ പോലും ഒട്ടും പ്രതീക്ഷിക്കാതെ കേട്ടോ ഇത്രയൊക്കെ ആക്കി ദൈവം തന്നത്. അതിനിപ്പോൾ പറയുകയാണെങ്കിൽ ഒരുപാട് പേരുടെ കഷ്ടപ്പാടുണ്ട് കേട്ടോ ഇതിൻ്റെ പുറകിൽ. ഇത്രയൊക്കെ ആക്കി നമ്മൾ ഇത്രയൊക്കെ ഇങ്ങനെയൊക്കെ തുടങ്ങാനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഒരുപാട് പേരുടെ കഷ്ടപ്പാടും ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ മറികടന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നമ്മൾ ഇവിടം വരെ എത്തി. നമ്മുടെ കട ഇത്രയൊക്കെ ഇങ്ങനെയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയൊക്കെ ഉണ്ടാവണമെന്നാണ് ഇനിയും ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരും പ്രാർത്ഥിക്കണം. മഴയില്ലാത്ത ദിവസങ്ങളിൽ നമ്മളിങ്ങനെ അകത്തിരിക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ പുറത്തേക്ക് ഇറക്കി വെക്കും കേട്ടോ. മഴയുള്ള ദിവസങ്ങളാണ് ഇതൊന്നും പറ്റത്തില്ല. മഴയെന്ന് പറഞ്ഞാൽ ചെറിയ മഴയ്ക്കൊന്നും കുഴപ്പമില്ല, ഈ കാറ്റും മഴയൊക്കെ ഒരുപാട് വരുമ്പോൾ നമുക്ക് മൊത്തം നനയും കേട്ടോ. പിന്നെ ചെറുതായിട്ട് നനഞ്ഞാലും വലിയ വിഷയമില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്തിറക്കി വെക്കാറുള്ളൂ. കുറച്ച് സ്റ്റൂള്, ചെറുതും വലുതും സ്റ്റൂള്, മുറം, കുറച്ച് ബക്കറ്റുകൾ, അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മളിതെല്ലാം എടുത്ത് വെക്കുന്നത്. നമ്മൾ നാരങ്ങ പിഴിയാനായിട്ട് ഇരുന്ന ഡെസ്ക്കാണ് കേട്ടോ. ഇപ്പോൾ നാരങ്ങ വെള്ളത്തിൻ്റെ ചിലവൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ അതകത്ത് അങ്ങനെ ആ വരാന്തയിൽ എടുത്തിട്ടിട്ട് നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇതിൽ എടുത്ത് വയ്ക്കാറ് കേട്ടോ പതിവ്. പിന്നെ കുറച്ച് സോപ്പ് ഓയിൽ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇതിലേക്ക് വെച്ചേക്കുന്നത്. അങ്ങനെ ഇന്നും അതെടുത്ത് വയ്ക്കുക കേട്ടോ. ഇതുണ്ടോ, നമ്മൾ കഴിഞ്ഞ ദിവസം വണ്ടിക്കാർ വന്നപ്പോൾ എടുത്താണ് കൊഴുവ മീൻ ഈ ഉണക്കി വെച്ചേക്കത്തില്ലേ, അങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ. 20 രൂപ ഒരു പാക്കറ്റിന്, അങ്ങനത്തെയാണ് കേട്ടോ. അപ്പം ഇത് നമ്മൾ തന്നെ ആദ്യത്തെ ഒരെണ്ണം വീട്ടിലേക്ക് എടുത്ത് നോക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ കൊഴുവയൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ലതായിരിക്കും എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഒരെണ്ണം എടുത്ത് വറുത്തൊക്കെ നോക്കാം നമുക്ക്. എങ്ങനെ ഇതിൻ്റെ പരിപാടി നമ്മൾ ഇതുവരെ ചെയ്തു നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഇത് കൊഴുവ മീനൊക്കെ കറി വയ്ക്കുകയോ ഇല്ല വറുക്കുകയൊക്കെ ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതിനു മുമ്പ് എങ്ങനെയാണ് ഇത് വേറെ എന്തെങ്കിലും രീതിയിൽ കറിയൊക്കെ വയ്ക്കാവോ എന്നൊക്കെയുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളത് ആദ്യമായിട്ടാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കട തുടങ്ങിയിട്ട് 8 മാസമൊക്കെ ആയെങ്കിൽ കൂടിയും നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു സംഭവം നമ്മൾ എടുക്കുന്നത്. എന്തായാലും ഇതൊരെണ്ണം നമുക്ക് വീട്ടിലേക്ക് എടുത്ത് നോക്കാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ ആദ്യക്കൂട്ട് എപ്പോഴും മീൻ വേണം. പിന്നെ ഈ കൊഴുവ ആയതുകൊണ്ട് ആദ്യക്കൂട്ടിന് പച്ചമീനാണെന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റിക്കുകയും ചെയ്യാം, വറുത്തങ്ങ് കൊടുക്കാം അല്ലേ. അപ്പം പിന്നെ എന്തായാലും ഇതൊന്ന് നോക്കാവേ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കൊഴുവ മീൻ ഉണക്കി എടുത്തേക്കുന്നത്. ഇതിപ്പോൾ കറി വെച്ച് എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല, ഒന്ന് വറുത്ത് നോക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എടുത്ത് ഒരു ചട്ടിയിലേക്ക് ഇട്ട് നോക്കാം, ഒരു ചീനിച്ചട്ടിയിലേക്ക് നമുക്ക് ഇട്ട് നോക്കാം. അങ്ങനെന്താ നമ്മൾ കൊഴുവ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഒരുപാടൊന്നുമില്ല ഇതിനകത്ത്, ജസ്റ്റ് ഒരു 10-20 എണ്ണമൊക്കെ കാണും കേട്ടോ, അത്രയേ ഉള്ളൂ. എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ എങ്ങനെ ഇരിക്കുന്നത് കണ്ടോ.
ഇനിയിപ്പോൾ ഇതിൻ്റെ തലയും വാലും ഒക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഇങ്ങനെ ഈ പാത്രത്തിലേക്ക് തലയും വാലും ഒക്കെ കളഞ്ഞെടുത്ത് ഇടാം. എന്നിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. അങ്ങനെ ഇത് മുഴുവനും അടത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. തലയും വാലും ഒക്കെ കളഞ്ഞ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് കഴുകിയും കൂടി എടുത്തിട്ട് വരാവേ. ഇപ്പം എങ്ങനെയാണ് കറി വെക്കുന്നതെന്നൊന്നും നമുക്കറിയില്ല കേട്ടോ. ഇത് വറക്കാനായിട്ട് എടുക്കുന്നത് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ഇത്തിരി മുളക് പൊടി മാത്രം ചേർത്താൽ മതിയോ ഒന്നും അറിയില്ല. എന്തായാലും നമ്മൾ പച്ചമീൻ വറക്കുന്ന പോലെ തന്നെ വറക്കാനായിട്ട് എടുക്കുകയാണേ. ഇത്തിരി മുളക് പൊടിയോ കുരുമുളക് പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്തിട്ട് വറക്കാമെന്ന് വിചാരിക്കാം കേട്ടോ. എന്തായാലും നമുക്ക് ശകലം മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്തായാലും ഇത്തിരി ഇട്ട് കൊടുക്കാം. പിന്നെ ഇത്തിരി കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പൊടിയായിട്ട് ഉള്ളതാണേ. കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു. ഉപ്പ് വെള്ളവും കൂടി ഒഴിക്കുക കേട്ടോ. വെള്ളമായിട്ടാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. പൊടി ഇങ്ങനെ ഉപയോഗിക്കാറില്ല കേട്ടോ. നമ്മളിങ്ങനെ കട്ടയായിട്ട് തന്നെ എടുത്തിട്ട് വെള്ളം ഉപയോഗിക്കുകയാണ് ചെയ്യാറ്. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയും കൂടെ കൊടുത്തു കേട്ടോ. നമ്മൾ പച്ചമീൻ വറക്കുന്നത് പോലെ തന്നെ മഞ്ഞൾപ്പൊടി ചേർക്കണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത്രയും ചേർത്ത് നമുക്ക് വറുത്താലോ. എണ്ണ ഒഴിച്ച് കൊടുക്കുവാണേ. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിക്കോട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാവേ. ഞാനിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇത്തിരി ഉപ്പ് ചേർത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഉപ്പ് ഇതിനകത്ത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊന്നും അറിയില്ല കേട്ടോ. നമുക്ക് എന്തായാലും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുമ്പോൾ അറിയാമല്ലോ. അതുകൊണ്ട് പൊടിക്കേ ചേർത്തിട്ടുള്ളൂ. നമുക്ക് നോക്കാം കേട്ടോ എങ്ങനെയാന്ന്. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വരുമ്പോൾ ഞാൻ ഓരോ മീനിനായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് പച്ചമീൻ വറുക്കുന്ന പോലെ തന്നെയുണ്ടല്ലേ. എങ്ങനെയാവോ എന്തോ നമുക്ക് നോക്കാവേ. ഇപ്പം ഇങ്ങനെ കാണുമ്പോഴേ പെട്ടെന്ന് കരിഞ്ഞു പോകുന്ന പോലെ തോന്നുന്നുണ്ടല്ലേ. എന്തായാലും നമുക്ക് വാങ്ങിയേക്കാം കേട്ടോ. അത് കരിഞ്ഞു പോകുന്ന പോലെ തോന്നുന്നുണ്ട്. മുളക് പൊടി കരിയുന്ന കേട്ടോ. എന്നാലും നമുക്ക് മീൻ അങ്ങനെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അപ്പം നമുക്കിത് വാങ്ങിയേക്കാം. എന്താ നമ്മുടെ മീനൊക്കെ റെഡി ആയിട്ടുണ്ടേ. കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് ചക്കയൊക്കെ വറുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് മൊത്തം ഒന്നും വറക്കാനായിട്ട് പറ്റിയില്ല. കുറച്ച് നമ്മൾ അരിഞ്ഞ് ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നു കേട്ടോ. ഇത് നേരത്തെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വറക്കാനായിട്ട്. ചക്കയുടെ സീസണൊക്കെ തീരാറായില്ലേ. ഇപ്പോഴാണ് നമുക്ക് ചക്കയൊക്കെ വറുക്കണമെന്നുള്ളത് തോന്നുന്നത്. എല്ലാ ദിവസവും നമുക്ക് പുഴുക്ക അല്ലെങ്കിൽ കഞ്ഞി ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഇത്തിരി പുഴുക്കൊക്കെ ചക്കയുടെ കാണും കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് വറക്കാനായിട്ടുള്ള സാവകാശമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കുറച്ച് മടിയും കൂടി ആയിപ്പോയി. കുറച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ബാക്കിയും കൂടെ വറുത്തെടുക്കാനായിട്ട് പുറത്തെ അടുപ്പിലോട്ടോ നമ്മൾ വറക്കാനായിട്ട് പോകുന്നത്. അവിടെ ഉരുളിക്കകത്ത് എണ്ണയൊക്കെ ഒഴിച്ച് നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ചൂടായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് അവിടെ വെച്ചേക്കുന്നത്. ഉപ്പ് ഇടയ്ക്കൊന്ന് തൂക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാവട്ടെ. ഇതാണ് കേട്ടോ നമ്മുടെ ചെറിയ 2 ഇഷ്ടികയൊക്കെ വെച്ചിട്ട് നമ്മൾ പുറത്ത് വെള്ളം ചൂടാക്കാനും അങ്ങനെയൊക്കെ വെച്ചേക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഒരുപാടൊന്നുമില്ല. ഇടുക്കിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൊതുവേ എല്ലായിടത്തും തന്നെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാണും കേട്ടോ. അകത്ത് അടുക്കളയ്ക്കകത്ത് തന്നെ അടുപ്പ് കാണും. നമുക്കും ഉണ്ട്. പക്ഷെ നമ്മളവിടെ കത്തിക്കാറില്ല കേട്ടോ. അവിടെ ഉള്ളിൽ കത്തിച്ചാൽ പുകയില്ലാത്ത അടുപ്പാണെങ്കിലും ഇത്തിരി പുകയൊക്കെ വരും കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഉള്ളിൽ അങ്ങനെ കത്തിക്കാറില്ല. പിന്നെ അത്യാവശ്യം സാഹചര്യത്തിൽ ഇങ്ങനെ വെച്ചേക്കാണ് കേട്ടോ. ചക്ക വറുക്കാനൊക്കെ ഒരുപാട് ഗ്യാസ് അങ്ങനെയൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ലാത്തത് പുറത്ത് നമുക്ക് വറുത്തെടുക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പം എന്തായാലും എണ്ണ ചൂടായും തോന്നുന്നു നമുക്ക് കുറച്ച് ചക്ക ഇട്ട് കൊടുക്കാവേ. എണ്ണ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ. കുറേശ്ശെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊന്ന് നമുക്ക് വറുത്തെടുക്കാം. അതിന് എണ്ണ കുറേശ്ശെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഒരുപാട് വേസ്റ്റാക്കി കളയാതെ എണ്ണ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അത് നമുക്ക് വറുത്തെടുക്കാം. ഇത്തിരി വെട്ടവും വെളിച്ചമൊക്കെ കണ്ടിട്ട് പുറത്തിരുന്ന് ഇങ്ങനെ ചെയ്യുന്നതല്ലേ നല്ലത്. നല്ല സുഖമില്ലേ ഇങ്ങനെ. മഴയൊക്കെയാണെങ്കിൽ പ്രത്യേകിച്ച് കേട്ടോ. നമുക്ക് നല്ല ചൂടും കൂടെ കിട്ടുമ്പോൾ. ഇനിയിപ്പോൾ നല്ല മഴയൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം നല്ല കാലാവസ്ഥയാണ്.
ഇളക്കി കൊടുക്കണ്ട കേട്ടോ. എപ്പോഴും ഇളക്കി കൊടുത്താൽ ഒരുമാതിരി കുഴഞ്ഞു പോകും. വല്ലപ്പോഴും ഒന്ന് ഇങ്ങനെ മറിച്ചിടുക കേട്ടോ ചെയ്യുന്നത്. ഇങ്ങനെ സാധാരണ ചെറുതായിട്ടൊന്ന് മറിച്ചിടുകയാണ് ചെയ്യുന്നത്. എന്തായാലും ആവട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് പുറത്തെ വിറകടുപ്പിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെയും കൂടെ കുറച്ച് ഉപകാരമുണ്ട് കേട്ടോ. ഇത് നമുക്ക് പറഞ്ഞു കിട്ടുന്ന പുളിയാണ്. ഇതിപ്പോൾ ഇങ്ങനെ വെച്ച് ഇടയ്ക്കൊക്കെ ഒന്ന് പുക പൊളിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പുക കിട്ടും. പിന്നെ പുകയിട്ട് വെച്ചിട്ട് പിന്നെ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഉണങ്ങിയും കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂടിയിട്ടാണ് നമ്മളിങ്ങനെയൊക്കെ സെറ്റാക്കി എടുത്തേക്കുന്നത്. നമ്മൾ ഇച്ചിരി ഉപ്പ് നീര് ഒഴിച്ച് കൊടുക്കാൻ പോവാം കേട്ടോ. കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയും കൂടെ കൊടുക്കാവേ. ഇപ്പം നമ്മുടെ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. ചക്ക ഈ വറുത്ത് ഏകദേശം ആകാറാകുമ്പോഴേക്കും ഈ ഒരു സൗണ്ട് ഇങ്ങനെ കേക്ക് തുടങ്ങി. അങ്ങനെ ആ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് വാങ്ങാറായിട്ടുണ്ടെന്ന്. നല്ലൊരു സൗണ്ടാണ്. നമുക്ക് കോരിയെടുക്കാം. കുറച്ചും കൂടി ഇട്ട് അതുകൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ചക്ക വറുപ്പ് ആയിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണെടുത്ത് കഴിച്ച് നോക്കാവേ. ചക്ക വറുത്തതിൻ്റെ മിച്ചം കുറച്ച് എണ്ണ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അത് കളയാനാണെന്ന് വിചാരിച്ചിട്ട് ഇത്തിരി ഉരുളക്കിഴങ്ങ് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചേ. അതിൽ ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് ഇങ്ങനെ വട്ടത്തിലരിഞ്ഞെടുത്തു കേട്ടോ. വട്ടത്തിലരിഞ്ഞ് മുളക് പൊടി ഉപ്പൊക്കെ തിരുമ്മി ഇട്ടതാണ് കേട്ടോ. മാവൊന്നും നമ്മൾ ചേർത്തില്ല. ചുമ്മാ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് പാറുവിനും ഒക്കെ ഇഷ്ടമായതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണേ. അങ്ങനെ ഇന്നത്തെ നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞ് നേരെ ഡ്യൂട്ടി കടയിലേക്ക് വീണ്ടും ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒരു 7 മണി 7:30 ആകുമ്പോഴത്തേനും വീട്ടിലേക്ക് പോകും. ഒരു ചായയൊക്കെ ഇട്ട് കുടിച്ച് ഇനി പാറുവിനും ആദിക്കൊക്കെ കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ആദിനെ കുറച്ച് പഠിപ്പിക്കുകയൊക്കെ ചെയ്യണം. അങ്ങനെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ വൈകുന്നേരം രാത്രി കട അടയ്ക്കാൻ നേരത്താണ് കേട്ടോ വീണ്ടും കടയിലേക്ക് വരിക. അപ്പോൾ കുറച്ച് നേരത്തെ ഡ്യൂട്ടിയും കൂടി ഇവിടെയുണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. അടുത്തൊരു വീഡിയോ കാണുമ്പോൾ bye bye, see you.